ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം പറഞ്ഞു തരട്ടെ. ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് തണുത്ത വെള്ളത്തിലിട്ട് നമുക്ക് ആറിക്കഴിയുമ്പോൾ തൊലിയൊക്കെ ഇതുപോലെ പൊളിച്ചെടുക്കാം. നന്നായിട്ട് വെന്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വേണമെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചിക്കൻ മസാലയാണ്. ഇത് മാത്രമാണ് പൊടികളായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ അംശം നല്ല കൂടുതലാണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ 2-3 തവണ ഉണ്ടാക്കി നോക്കി, വിജയിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വട്ടത്തിലുള്ള ഷേപ്പിലും നമ്മളുടെ ഉഴുന്നുവടയുടെ ഷേപ്പിലൊക്കെ ഇടാമെന്നാണ് വിചാരിക്കണത്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോഴേ മുട്ടയിൽ മുക്കിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേ പാർക്കിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുക. സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഹംബ്രിയ പാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹംബ്രിയ പാർക്ക് എവിടെയാണ്? നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അന്ന് റൂം മാറിയത്. അവർ കണ്ടില്ലല്ലോ. അതെല്ലാം കാണണേ. അപ്പോൾ നമ്മളെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. സമയം 5 മണി ആവാറായി. ഇപ്പോൾ ഞങ്ങൾ താഴത്തെ പാർക്കിലേക്ക് ഒന്ന് പോവാണ്. കുറച്ച് നടക്കാനുണ്ട് പാർക്കിലേക്ക്. അയ്യോ, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ വേർത്ത് ഇങ്ങനെ ഒഴുകണ ചൂടല്ല, വണ്ടി പോകും. അവിടെ ഇടാം ഡസ്റ്റ്ബിന്നിൽ. ആ, അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ ഇടാം. ഞാൻ ഒരു ചെടിയിൽ നിറയെ നാരങ്ങ ഉണ്ടായി കിടക്കുന്നു കേട്ടോ. നിറയെ ചെറുനാരങ്ങ. അയ്യോ, എത്ര ചെറുനാരങ്ങ. ത്രോ ചെയ്തതല്ല, താഴെ വീണ് പോയതാ. ഞാൻ കൊട്ടയിലിട്ടോ. അതിലിട്ടോ, അവരെടുത്തുണ്ടോ നോക്കോളൂ. ഗുഡ് ബോയ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ എത്തുമ്പോൾ മീൻസ് എനിക്ക് തമിഴ്നാടൊക്കെ ഓർമ്മ വരും കേട്ടോ. ഞാൻ രണ്ടിടത്ത് എപ്പോഴും പറയും ഇത് ദുബായിലെ തമിഴ്നാടാന്ന് തോന്നുന്നു പറയും ഈ ഒരു ഏരിയ എത്തുമ്പോൾ കേട്ടോ. ആശു കളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് കവറിൽ കെട്ടി. ആളുടെ ബാഗിൽ ഒതുങ്ങുള്ള സാരല്ല, നടക്കും. എത്തിയില്ലോ. ഒരു മിനിറ്റ് കണ്ണ. നമ്മളങ്ങനെ പാർക്കിലെത്തിട്ടോ. എൻട്രൻസ് അപ്പുറമാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം. ആളുകളൊക്കെ വന്ന് തുടങ്ങിയുള്ളൂ. ആ, കുട്ടികളൊക്കെ കളി തുടങ്ങി. ചൂട് കുറവുണ്ടോ? കുറവുണ്ടല്ലേ. എന്നാൽ ചൂടുണ്ട്, പക്ഷെ കുറവുണ്ട്. ഇത് ഈന്തപ്പനയാണോ ഈ നിൽക്കണൊക്കെ? ഇതൊക്കെ ഈന്തപ്പനയാണ്. അത് ഇതാ ഈന്തപ്പനയാണോ ചെറുത്? അല്ല, അത് ഈന്തപ്പനയല്ലേ? അതിൻ്റെ ലീവ് വ്യത്യാസമുണ്ട് അല്ലേ? നിറയെ ആര്യവേപ്പുണ്ട്. പിന്നെ നമ്മളുടെ ഗുൽമോഹറുണ്ട്. പിന്നെ പുളി, നമ്മുടെ നാടൻ പുളി, വാളംപുളി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാർക്ക് നമുക്ക് ഫ്രീ ആട്ടോ, ടിക്കറ്റൊന്നുമില്ല.
നമുക്ക് അവിടെ ഇരിക്കോ? ആ അവിടെ ഇരിക്കാം. അപ്പോൾ ആളുകളെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് ഭംഗിയാ നോക്കിയല്ലേ, ഈ മരങ്ങൾ നിൽക്കണുണ്ടോ? എനിക്ക് എന്ത് ഇഷ്ടമെന്ന് പറയും ഇവിടെ മരങ്ങൾ കാണാൻ. നമ്മളുടെ കരാമേലെ നമ്മളുടെ സബീൽ പാർക്കിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് വ്യത്യാസമാക്കിയാ? ആണോ ആണോ? ആണോ? എന്നാൽ കുഞ്ഞ് കളിച്ചോ, കുഞ്ഞ് കളിച്ചോ, അമ്മ ഇവിടെ ഇരിക്കാം. ഞാൻ കളിച്ച അമ്പു ഇരിക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഹംറിയ പാർക്ക്. എന്താ നിറയെ മരങ്ങളാട്ടോ. ഹലോ, എന്താണ്? ആ മറ്റേ പച്ചക്കടല അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മതി മോനെ, ഞങ്ങൾ കഴിക്കും. ഇവിടെ ഇരിക്കേ, അവൻ കളിക്കട്ടെ. എങ്ങനെയുണ്ട്? ആരും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാ. കഴിഞ്ഞോ? ഇല്ല, പോയി എടുക്കട്ടെ. നീ നൂറ് പൊട്ടിപ്പോയോ? ഉണ്ട്. അത് വേണ്ടേ? അശ്വിനെ കുളിക്കാണ്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ട് നന്നായി. കുളിപ്പിക്കാതെ കൊണ്ടുവന്നത് എന്തുകൊണ്ട് നന്നായി പറയാം. അത് ഫിക്സ് ആവില്ല വേണം. മോനെ JCB കൊണ്ട് കളിക്കും. മണ്ണ് കൈ കൊണ്ട് തൊടരുത് കേട്ടോ. അപ്പോൾ ആശുക്കുട്ടൻ കുറച്ച് നേരം കളിക്കുക കേട്ടോ. അവൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുണ്ടെങ്കിലും ഒന്നിച്ചിരിക്കണം കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കൊട്ടും പറ്റണില്ല നമ്മളിങ്ങനെ വന്നിട്ട്. അപ്പോൾ ആരും വന്ന് തുടങ്ങിയിട്ടില്ല അല്ലേ? എല്ലാവരും വരുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ എത്തി. 5:30 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ സത്യം പറഞ്ഞാൽ നിറയെ ഫാമിലി വരും കേട്ടോ. ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നിറയെ ആളായിരിക്കും, പിള്ളേരൊക്കെ കൂടുതലായിരിക്കും. ഓരോ ഫാമിലി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മൾ മലയാളികളും, അതായത് നമ്മൾ ഇന്ത്യക്കാർ തന്നെ മലയാളികളും, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലുള്ളവരും, പിന്നെ പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് അല്ലേ, സുഡാൻ അല്ലേ, അങ്ങനെ എല്ലാവരും മിക്സ്ഡ് ആണ് ഇവിടെ. ആഫ്രിക്കൻസ് എല്ലാവരും വരണ ഒരു പാർക്കാട്ടോ. അപ്പം നമ്മൾ ഇത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ കരാമേല താമസിച്ചുകൊണ്ടിരുന്നത്. ഹരിയേട്ടനാണെങ്കിൽ 3 കൊല്ലമായിട്ട് കരാമേല താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ വേറൊരു രസമാണ്. എപ്പോഴും തിരക്കും ബഹളവും വണ്ടികളും ആളുകളും. അവിടെ ഫാമിലി ഉണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റും എന്ന് വെച്ചാൽ മുട്ടിനോട്ട് റെസ്റ്റോറൻറ്റ്. അതെ, ഇവിടെ കയറണം, എന്ത് കഴിക്കണം, അതൊരു വൈബ്, ഇതൊരു വൈബ്. അവിടെ ഫുള്ള് എന്താ പറയുക, അവിടെ ഒരു സ്ലീപ്ലെസ് ആണ് കരാമ. ഏത് ടൈം വേണമെങ്കിലും നമ്മൾ പുറത്ത് വേണമെങ്കിൽ 24/7 ഓൺ പ്ലേസ് ആണ് കരാമ. ഇവിടെ മലയാളികൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും ജോലിക്കാരായിരിക്കും. അപ്പം മലയാളികൾ ഇവിടെ കൂടുതൽ അങ്ങനെ ഇറങ്ങി നടക്കുക അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ വളരെ കുറവാണ്. പക്ഷേ എന്നാലും നിറയെ മലയാളികളുണ്ട്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് കുറേ മലയാളികളെ കാണുന്നത്. നമ്മൾ വിചാരിച്ചു ആദ്യം വന്ന ടൈമിൽ നമുക്ക് പറ്റുമോ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, മലയാളികൾ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാരണം നമ്മളിങ്ങനെ കരാമേല ആ ഒരു രസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നാൾ ഇപ്പോൾ നമ്മളിപ്പോൾ 1 മാസം കഴിഞ്ഞില്ലേ, 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അബുഹയിലൊക്കെ താമസിക്കണം, കൺഫ്യൂഷനുള്ളവർക്കൊന്നും ഒരു സത്യമായി നമ്മൾ അബുഹയിലല്ല. അബുഹയിൽ ഇനി ഇവിടെ നിന്ന് കുറേയും കൂടെ പോകണം. നമ്മൾ അബുഹയിലിൻ്റെ കുറേ ഇങ്ങോട്ടാണ് നീങ്ങിയിട്ടാണ് നമ്മൾ താമസിക്കുന്ന അവിടുന്ന് അബുഹയിലേക്ക് പിന്നെയും ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ്, 30 to 45 minutes ട്രാവൽ. നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ അബുഹയിൽ നിന്ന് വരാം ഇപ്പൊ വരാം. ആശുപത്രി വീണ്ടും വരണ്ട കേട്ടോ. അത്
അവിടെയുണ്ട്, അവിടെയുണ്ട്, ആ ബെഞ്ചിലുണ്ട്. ആ ബെഞ്ച് നമ്മൾ നേരത്തെ ഇരുന്ന ബെഞ്ചിൽ. ഇതാ ഇതെന്താ കോലം? ആശുപത്രി പോയി. ആശുപത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ്, ഇഷ്ടംപോലെ ഫ്ലൈറ്റ് കാണും. നേരം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ആശുപത്രി ഇങ്ങനെ വന്നോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ഫ്ലോ അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ അബുഹയിലല്ല നമ്മൾ ശരിക്കും കുറേയും കൂടെ പോകണം ഞാൻ അബുഹയിലേക്ക്. പക്ഷേ ഞാൻ വന്ന പോലെ അല്ല കേട്ടോ, വന്നപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ, ഇവിടെ നമുക്ക് പറ്റുമോ, താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഫാമിലിയാണ്, ഫുൾ ഫാമിലിയാണ്. അത് രണ്ടും രണ്ട് വൈബാണ്. ഇവിടെ അങ്ങനെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇവിടെ സൈലന്റ് ഏരിയ ആണ്, നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ പറ്റും. എന്താ മോനെ? ആ സാരില്ല, അത് പൊക്കോട്ടെ, അത് പോട്ടെ, വേറെ എടുക്കാം നമുക്ക്. നമ്മളെന്താ കാരാമേന്ന് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറേ നാളായി അവിടെ, പിന്നെ അവിടെ ഇവിടെയൊക്കെ റെൻ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ കൊടുക്കുന്ന റെൻറ്റിനെ നമ്മൾ 4-5 ഫാമിലിയൊക്കെ ഒന്നിച്ചായിരിക്കും, ഷെയറിങ് ആയിരിക്കും, കിച്ചണൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ സ്പേസും നമുക്ക് നമ്മളുടെ ആയിട്ടുള്ളൊരു കിച്ചൺ സ്റ്റുഡിയോ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഷെയറിങ് ഒന്നുമല്ല നമ്മളല്ലേ. ആ ഒരു മാറ്റം അത് വലിയൊരു മാറ്റമാണ്. കാരണം ഷെയറിങ്ങിൽ താമസിച്ചിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്താ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റ് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഈ പാർക്കിൽ വന്നപ്പോൾ നമുക്കറിയില്ലായിരുന്നു നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിലൂടെ ഒരു വഴി ഉണ്ടാവും, വഴി നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തും നമുക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബസ്സിൽ കയറി ഒരുപാട് നടന്ന് അല്ല ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി, അന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ പാർക്ക് വരെ നടന്ന് ആദ്യം വലിയൊരു ലോങ് നടത്താം. അതിനുശേഷം വീണ്ടും അതിനെ കാണാൻ പറ്റുന്നില്ല. ആ ലോങ് നടത്തം കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും നടന്നു ഒത്തിരി നടന്നു കേട്ടോ എൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾ നടന്ന ആ ബസ് ഇറങ്ങി നടന്നതിന്റെ പകുതിയേ ഉള്ളൂ ഇപ്പം കൂടെ നമ്മൾ. അതെ, ഒരു നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ ഒരു 2 ലൈൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ പാർക്ക്. ഭയങ്കര സമാധാനതേ. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. എപ്പോഴും സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണല്ലേ. കാരണം നാളെ ഇല്ല, സൺഡേ ഓഫാണ്. എനിക്ക് പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് എന്നും വീട്ടിലാണ്. പക്ഷെ എന്നാലും വീട്ടിലിരുന്ന് വർക്കുണ്ട്. ഹരിയേട്ടന് നാളെ ഓഫാണ്, ഇന്നും ഓഫായിരുന്നു. ഹരിയേട്ടന് നാളെ ഓഫാണ്, 2 ദിവസം ഓഫാണ്. അപ്പോൾ സാറ്റർഡേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതയാണ്. പിറ്റേ ദിവസം ഇല്ല, ഇന്നിപ്പോൾ അവധിയായിരുന്നു. ലേറ്റായി എഴുന്നേൽക്കാം. പക്ഷെ ലേറ്റായി എഴുന്നേക്കാന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളുടെയൊക്കെ ഞാനൊക്കെ 5 മണി 5:30 6 മണി എണി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം ആശുപത്രി കളിക്കട്ടെ. തല ചൊറിയണം, മണൽ കയറിയിട്ടാ. ആശുപത്രി കളിയെല്ലാം കഴിഞ്ഞ് വന്ന് തലയിലൊക്കെ മൊത്തം മണ്ണ് കയറ്റി വന്നേക്കും. അപ്പോൾ നമുക്കിനി അവിടെ എവിടെ എവിടെയും പോയി ഇരിക്കാമല്ലോ കേട്ടോ. അവിടെ പോയി ഇരിക്കാം ആശുപത്രി. അവിടെ പോയിട്ട് സെറ്റപ്പ് ആക്കി. ഞാൻ പോയിട്ട് 2 ചായ കുടിച്ചിട്ട് ചായ ആശുകുട്ടാ. ഇത് ഈ കിടക്കണണ്ടാ, ഇത് അതെടുത്തേ. അത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ലല്ലോ. അതെന്താണെന്നറിയോ? അതാണ് പുളി. കടിക്കണ്ട. നമ്മൾ ഈ താഴെ കിടന്നല്ലേ, നമ്മൾ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ കറിയിലൊക്കെ ഇടൂലേ, പുളിമരത്തിൽ നിന്ന് തന്നെയാണ് പുളിയാ. ആളുകളൊക്കെ ഇരുന്ന് തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഇതിന് മുമ്പ് 2-3 തവണ, ഇപ്പോൾ ഞങ്ങളിവിടെ 1 മാസം വന്നിട്ടുള്ളെങ്കിൽ ഇതിനോടൊക്കെ തന്നെ എല്ലാ ആഴ്ച ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ കാശ്മീർ പൂരത്തിന് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും വെടിക്കെട്ട് കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ ആ കണ്ടത്തിൻ്റെ അവിടെ വന്ന് നിരന്നിരിക്കും. അപ്പോൾ നല്ല സ്ഥലം കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ വേഗം പോകും കേട്ടോ. അതാണ് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ മേലെയോ അവിടെയൊക്കെ കളിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. വോളിബോൾ അത് വലിയ ആളുകളുടെ പിന്നെ. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ ഫുൾ ഫാമിലി വരും കുറച്ച് നേരം കഴിയുമ്പോൾ. നല്ലൊരു സ്ഥലം നമുക്ക് പിടിക്കാം. ആശുപത്രിക്ക് ഇവിടെ ഒരു കുഞ്ഞു ബേബിനെ കിട്ടി കളിക്കാം. ഞാനിവിടെ ഒരു ക്ലോത്തൊക്കെ വിരിച്ചു.
അതെ, ഞാനൊരു കർട്ടൻ മേടിച്ചതാണ് കേട്ടോ. പക്ഷെ അത് നമ്മൾ മേടിച്ച സ്ഥലത്ത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർക്കിൽ വരുമ്പോൾ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല കളറല്ലേ, പിങ്ക് കളർ. കിട്ടിയോ? നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവന്ന ബ്രെഡ്, ജാം, പിന്നെ നമ്മൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കേട്ടോ. ഒക്കെ സാധനമല്ല, കുറച്ച് ഡേറ്റ്സ്. ഇത് നല്ല ഡേറ്റ്സ് ആണ്. ഇത് മറ്റേ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ 2-3 ഡേറ്റ്സ് എടുത്തിട്ടാണ്. പിന്നെ അവിടെ അയ്യോ അവിടെ പോയി എന്നോട് ഇത് ചോദിക്കാൻ പറഞ്ഞു. അവിടെ സോസ് ഇല്ല. സോസ് ഇല്ല ചോദിച്ചാ? കട്ട്ലറ്റ്. മറ്റേ കട്ട്ലറ്റ് ഇതുണ്ടോ, വട, തോളവട. അപ്പോൾ ആശയ്ക്ക് ഒരിത്, ഒരു വട പിടിക്കപ്പേ. എനിക്കത് വേണ്ട. താങ്ക് യു. ചൂടുണ്ടോ? നല്ല ചൂട്. ചായ മറിക്കല്ലേ അതിനകത്ത്? എൻ്റെ കഴിച്ചോക്കടാ ചൂട്ടാ. കഴിയാൻ പോവാ. എങ്ങനെയുണ്ടോ? സോസ് എടുക്കാൻ മറന്നുപോയി. ആശൂട്ടാ, അമ്മയുടെ പൊട്ടറ്റോ കട്ട്ലറ്റ് കഴിച്ചു നോക്കി. അത് പുറത്ത് വയ്ക്കല്ലേ, മോൻ കഴിച്ചു കഴിഞ്ഞാ? അതാ പൊട്ടറ്റോ കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ലതാണോ? ആണോ? നല്ല രസമുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ആശുക്കുട്ടനായിട്ടമ്മ ബ്രെഡ് കൊണ്ടുവന്ന് അപ്പയ്ക്ക്. ആശുക്കുട്ടന് അപ്പയ്ക്കാണ് അമ്മ ബ്രെഡ് കൊണ്ടുവന്ന്. അമ്മയ്ക്ക് വേണ്ട മോനെ, ജാമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. മധുരം വേണ്ട. ചായക്ക് മധുരം ഇട്ടാ? മധുരം വേണ്ട, നമുക്ക് ചായ കുടിക്കാം. അതിൻ്റെ ഇടയിൽ ഇതായി പോകരുത്, ജാമാവരുത്. അമ്മേ ചായയൊക്കെ കുടിച്ചിരിക്കുവാണേ. ഇവിടെ ഒത്തിരി പേര് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പാർക്കിന് ചുറ്റും നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് മലയാളികൾ നടക്കുമ്പോൾ പ്രത്യേകത കേട്ടോ, അവരിങ്ങനെ ഒരു കൂട്ടമായിട്ടല്ലേ നമ്മൾ നടക്കുക. എങ്ങനെയായാലും 3 പേര് കൂടുതലുണ്ടാവും മലയാളികൾ നടക്കാൻ. അപ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ വീട്ടുവിശേഷം പറഞ്ഞിട്ട് എങ്ങനെ പോവാം. അപ്പോൾ നമുക്കിങ്ങനെ കേൾക്കാം, നല്ല സൗണ്ടിലാണ് പറയാം. അപ്പോൾ വീട്ടിലുള്ളവരുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ നടക്കുക. വെരി ഗുഡ്. അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് കാണും മലയാളികളെ മനസ്സിലാവും. എന്നാലും ഇവരിങ്ങനെ വിശേഷം വീട്ടിലെ അവരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും കേട്ടോ. അല്ലേ ഇപ്പം ചേട്ടൻ കിടന്നു. അശു വീഴരുത് കുഞ്ഞാ. എന്തോ ചൂട് നല്ല കുറവുണ്ട്, മാത്രമല്ല നല്ല കാറ്റും ഉണ്ട് കേട്ടോ അല്ലേ. അപ്പോൾ ഇവിടെ വിൻ്റർ എന്തായിരിക്കും അല്ലേ? ഇനി കുഞ്ഞു പോയി കളിച്ചിട്ട് പോയോ? അപ്പം അമ്മ ഇവിടെ. അപ്പോൾ ഈ വീഡിയോ